ഇത് പുറത്തേക്ക് ഇറങ്ങിയതാട്ടാ. പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ഇപ്പൊ തന്നെ. പൊന്നൂസിനെ ഇന്ന് കറങ്ങാൻ പോണെന്ന് പറഞ്ഞു. നേരെ ഇരുട്ടാവാനായി. എന്നാലും ചുമ്മാ ഒന്ന് പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചു. ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളൂ. നല്ല അടിപൊളി പുഴയും പിന്നെ ഒരുപാട് ആളുകളൊക്കെ വരാണ്. വൈകുന്നേരം കാറ്റ് കൊള്ളാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാനാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു സിറ്റിയാണ്. സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു കവല, 4 കവല. ഇതൊരു ഫാം ഹൗസ് ആണ്. പാർലക് എന്ന് പറഞ്ഞൊരു ഫാം ഹൗസ് ആണ്. ഇത് ഞങ്ങൾ പോണ വഴിയിലാണ്. ഇവിടെ ഒരു ഫംഗ്ഷനും മീറ്റിങ്ങുകളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. തൊട്ടപ്പുറത്ത് പുഴയാണ്. പിന്നെ ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ ആൾക്ക് താമസിക്കാം. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ബർത്ത്ഡേ, അതൊരു ചെറിയ ചെറിയ ഫംഗ്ഷൻ, കുറച്ച് പേരൊക്കെ പങ്കെടുക്കുന്ന ചെറിയ ചെറിയ ഫംഗ്ഷൻ കാണുന്ന സ്ഥലം. അപ്പൊ ഗൈസ് നമ്മ എത്താറായിട്ടുണ്ട്. എത്താറായിട്ടുണ്ടെന്നല്ല, എത്തി. അപ്പൊ ഇതൊക്കെയാണ് സ്ഥലം. ഇവിടെ കാട് പിടിച്ചെടുക്കാൻ കേട്ടോ. കുറച്ചും കൂടി നീങ്ങുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുഴ കാണാൻ പോണേ. നമ്മള് ചീപ്പിഞ്ചിറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി സ്ഥലം ഉണ്ടാ. നമ്മുടെ കുട്ടനാട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. 2 സൈഡിലും പുഴയും അകത്ത് റോഡും ചോളമരങ്ങളും പിന്നെ കാറ്റ് കൊണ്ടിരിക്കാൻ വേണ്ടി സിമെന്റ് ബെഞ്ചുകളും ചെറിയ ചെറിയ തട്ടുകടകളും, എന്താ പറയാ, പ്രകൃതി രമണീയമായ. അപ്പൊ ഗൈസ് ഞാൻ കാട്ടിലേക്ക് അപ്പൊ ഇതാണ് ചീപ്പിഞ്ചിറ. മഴയൊക്കെ കാരണം ആളുകൾ കുറവാണ്. വളരെ കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയല്ലേ. ഇനി മഴക്കാലം കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വരും. ഇതാണ് ഇപ്പുറത്ത് പുഴയാണ്. ഇവിടെ ഒരു ചെറിയ പാലം, അവിടെ ഒരു ചെറിയ പാലമുണ്ട്. ഈ സൈഡിലും പുഴ, 2 സൈഡിലും പുഴയാണ്. നമ്മൾ കുട്ടനാടിലെത്തിയ പ്രതീതിനോട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും മനോഹരമായ സ്ഥലമാണ്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരം വൈകി. കാരണം ഇരുട്ടായി തുടങ്ങി. ഇതിൻ്റെ ശരിക്കും ഭംഗി കാണണമെങ്കിൽ കുറച്ച് പകൽ വെളിച്ചത്തിൽ വരണം. എന്നാലും കുഴപ്പമില്ല കേട്ടാ. അടുത്ത ഞായറാഴ്ച ഞാനിവിടുന്ന് ചായ കുടിച്ചിട്ട് പോവുള്ളൂ. പൊന്നൂസിന് ഐസ്ക്രീം വേണമെന്നാണ് പറയണത്. മഴയും തണുപ്പാ കാരണം ഐസ്ക്രീം തന്നെ മേടിക്കുന്നില്ല. ഐസ്ക്രീം കഴിക്കാൻ പാടില്ല തണുപ്പത്ത്. കടി മേടിച്ച നല്ല ചൂടുള്ള കടി കിട്ടും. ചൂടുള്ള കടി ചായ ഞാൻ നോക്കട്ടെ. അവിടെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരു ചേട്ടനുണ്ട് അവിടെ ഐസ്ക്രീം വിൽക്കണത്. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സ്ഥിരം വീഡിയോ കാണുന്ന ആളാണ്. പൊന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. അങ്ങനെ പൊതുവെ വാങ്ങിക്കാറില്ല, പ്രത്യേകിച്ച് മഴ ഒട്ടും വാങ്ങിക്കാറില്ല. പിന്നെ എന്തായാലും ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാം. ആ ചേട്ടനൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം അല്ലേ. നമുക്ക് അങ്ങോട്ട് പോവാം.